ബേസിക് മാത്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണിത്. എല്ലാ പിള്ളേരും എപ്പോഴും നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റിച്ച് കളയും. എ പ്ലസ് ബിയും ബി പ്ലസ് എയും ഒന്നാന്നുള്ള ഒരു ലോ ആണ്. ആ ലോയ്ക്ക് നമ്മളൊരു പേരും കൂടെ പറയും, കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പല കുട്ടികൾക്കും തെറ്റിപ്പോകും. 1+2 എഴുതി കഴിയുമ്പോൾ അപ്പം അവർക്ക് ഡൗട്ടാണ്. 2+1 എങ്ങാനും തിരിച്ചെഴുതി അപ്പോൾ ഡൗട്ടാണ്, ഇത് എഴുതാമോ ശരിയാണെന്നത്. അപ്പോൾ അതിൻ്റെ സൈൻ മാറുമോ എന്നല്ല. 1+2 എന്ന് പറഞ്ഞാലും അത് തിരിച്ച് 2+1 എന്ന് എഴുതിയാലും യാതൊരു മാറ്റവും ആൻസറിന് വരില്ല. ഇത് രണ്ടും ആൻസർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഈ ലോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നോക്കാം, 3+4 എന്ന് പറഞ്ഞാൽ 7 ആണ്. അതുപോലെ തന്നെയാണ് 4+3 എന്ന് പറഞ്ഞാലും 7 തന്നെയായിരിക്കും. ഇപ്പൊ ഏത് വാല്യൂവിലാണെങ്കിലും. അതുപോലെ വേരിയബിൾ എടുക്കുവാണെങ്കിൽ S+Y എന്ന് പറയുന്നതും Y+X എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. എക്സും വൈ വേരിയബിൾ എടുത്താലും അത് രണ്ടും സെയിം ആണ്. അതുപോലെ 5+0 = 0+5 സെയിം ആയിരിക്കും, 5 തന്നെയായിരിക്കും. അപ്പം ഏത് നമ്പർ ആണെങ്കിലും ആ നമ്പറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിന് യാതൊരു മാറ്റവും വരില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, 50+1 എന്ന് പറഞ്ഞാലും 1+15 ഈക്വൽ ആണ്. ഇത് രണ്ടും എന്ത് വരും? 16 വരും. ഒരു ഡൗട്ടും വേണ്ട, അതിനകത്ത് അവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും മാറത്തില്ല. ഇതുപോലെ ഏത് നമ്പറുകൾ എടുത്താലും നമുക്ക് എന്തായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പറിനോ ആ വാല്യൂവിനോ യാതൊരു മാറ്റവും വരില്ല. ആ ലോയ്ക്ക് നമ്മളൊരു പേര് കൂടി പറയും, കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നുകൂടി പറയും.